Hi everyone, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ വെച്ച് മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഗ്ലാമിഗോ ബോക്സ് റിവ്യൂ ആണ്. ഫെബ്രുവരി മന്തിലെ ഗ്ലാമിഗോ ബോക്സ് ആണ്. സോ ഞാൻ ജാൻ മന്തിലെ ഗ്ലാമിഗോ ബോക്സിന്റെ റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ കാർട്ടിലിടാം, കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കൂ കേട്ടോ. സോ ഞാൻ ഓൾറെഡി അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഗ്ലാമിഗോ ബോക്സ്, എന്താണ് അതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഗ്ലാമിഗോ ബോക്സ് ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ബോക്സ് അങ്ങനെ തന്നെ മേടിക്കാം, അല്ലാച്ചാൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം, അല്ലാച്ചാൽ 6 മാസത്തെ എടുക്കാം, അല്ലെങ്കിൽ 1 വർഷത്തെ എടുക്കാം. അപ്പോൾ 6 മാസത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ പാക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബോക്സിന് 299 രൂപയാണ് ആവുന്നത്. അപ്പോൾ അവർ നമുക്ക് എല്ലാ മാസം ഒരു 4 പ്രോഡക്റ്റ് ഒരു ബോക്സിലാക്കി നമുക്ക് അയച്ചു തരും. അതിനകത്ത് മിക്കതും 2-3 പ്രോഡക്റ്റ് സ്കിൻ കെയറും 1-2 പ്രോഡക്റ്റ് മേക്കപ്പും ആയിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്യും ഓരോ മാസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഏതാ സ്കിൻ ടൈപ്പ് വെച്ചാൽ അതിനനുസരിച്ചുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആയിരിക്കും നമുക്ക് അയച്ചു തരാം. അതേപോലെ തന്നെ മേക്കപ്പിന് നമുക്ക് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ നമുക്ക് അയച്ചു തരും. പിന്നെ എല്ലാ മാസവും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് ഓപ്ഷൻസ് തരും നമുക്ക്. ചിലപ്പോൾ അത് ലിപ്സ്റ്റിക് ആയിരിക്കാം, ചിലപ്പോൾ ഡിയോ ഉണ്ടാവും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും മേക്കപ്പ് പ്രോഡക്റ്റ് ആയിരിക്കും, ലൈക്ക് പ്രൈമർ ആയിരിക്കാം. സോ നമുക്ക് ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ അത് ചൂസ് ചെയ്യാം. അത് ഓരോ മാസവും ഡിപ്പെൻഡ് ചെയ്യും. സോ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ എഴുതിയിട്ടുണ്ടാവും ഇതിനോടകം. അതുകൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്യാം അവരുടെ സൈറ്റ്. കൂടാണ്ട് ഈ പ്ലാനുകളെല്ലാം ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലാസ്റ്റ് ടൈമിലെ പോലെ തന്നെ ഈ തവണയും ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് ഈ ഗ്ലാമിഗോ ബോക്സ് വന്നത്. ഇത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ബോക്സ് കാണുന്നത്. ഗ്ലാമിഗോ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറേ അക്ഷരങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഇവരിപ്പോൾ ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ബോക്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിൽ ഈ അക്ഷരങ്ങൾ കാണുന്നില്ലേ, അതിൽ നമ്മുടെ ലവ്ഡ് വൺ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇത് വാലന്റൈൻ മന്ത് ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കോൺടെസ്റ്റ് ആണിത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങളിൽ നമ്മുടെ ലവ്ഡ് വൺ ആരാണോ അവരുടെ ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ മിഡിൽ നെയിം അത് കണ്ടുപിടിച്ച് ഇതിൽ മാർക്ക് ചെയ്യാം. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു ലാസ്റ്റ് നെയിം ഇപ്പോൾ പറയുകയാണെങ്കിൽ ടെൻഡുൽക്കർ എന്ന് ഇവിടെ കാണുന്നുണ്ടാവും ഇല്ലേ. അതേപോലെ തന്നെ നിങ്ങളുടെ ലവ്ഡ് വണ്ണിൻ്റെ ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ മിഡിൽ നെയിം ഇതിനകത്ത് എവിടെയാണോ അത് നമ്മൾ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഗ്ലാമിഗോന് ടാഗ് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ കോൺടെസ്റ്റ്. ഇൻ കേസ് നമുക്കിതിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, എൻ്റെ പോലെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, മിക്കവാറും എനിക്ക് തോന്നുന്നു മലയാളികളുടെ സെക്കൻഡ് നെയിം കണ്ടുപിടിക്കാൻ ഇത്തിരി പാടായിരിക്കില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം മണ്ടിയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പസിലും കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമില്ല. നിങ്ങളെന്തായാലും സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരും. അങ്ങനെ പറ്റാത്തവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ പോലെ ലവ്ഡ് വണ്ണിൻ്റെ ലാസ്റ്റ് നെയിമോ അല്ലെങ്കിൽ മിഡിൽ നെയിമോ മെൻഷൻ ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് എഗെയിൻ സോഷ്യൽ മീഡിയയിൽ ഗ്ലാമിഗോ ടാഗ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 10,000 rupees ഷോപ്പേഴ്സ് സ്റ്റോപ്പിൻ്റെ വൗച്ചറാണ് കിട്ടാൻ പോണത്, വിച്ച് ഇസ് ലൈക്ക് റിയലി ഗുഡ്. സോ നമുക്കിനി ബോക്സിലേക്ക് കിടക്കാം. ഇത്തവണത്തെ ബോക്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ബോക്സ് എങ്ങനെയാണെന്നുള്ളത്. എഗെയിൻ ഈ കാർഡിൻ്റെ പിന്നിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ പ്രോഡക്ട്സും അതിൻ്റെ പ്രൈസും എങ്ങനെയാണെന്നുള്ളത്. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് ചോക്കോ കഫെയിൻ ഗ്ലോ ഫേസ് പാക്ക് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് വിത്ത് അലോവേറ ആൻഡ് സീ വുഡ് ജെൽ ബേസ്ഡ് ഫോർ ഡ്രൈ സ്കിൻ. ബിക്കോസ് എൻ്റെ ഡ്രൈ സ്കിന്നാണെന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഫേസ് മാസ്ക് ആണ്. ഓയിലി സ്കിന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ളതാവും സെൻഡ് ചെയ്യാം. ഇതിന് ഭയങ്കര നല്ല മണമാണ്. ശരിക്ക് കണ്ട ചോക്ലേറ്റ് പോലെ തന്നെയുണ്ട്. കണ്ടപ്പോൾ തന്നെ ഇമ്മക്കുട്ടി വിചാരിച്ചു ഇത് ചോക്ലേറ്റ് ആണെന്നാണ് വിചാരിച്ചത്. ശരിക്ക് നമ്മുടെ
ചോക്ലേറ്റ് കേക്കില്ലേ എക്സാക്ട്ലി ആ സ്മെല്ലാണ് ഇതിന്. ഓൾറെഡി യൂസ് ചെയ്തു. ഇതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു നീറണ പോലെ എനിക്ക് തോന്നി. അതിപ്പോൾ അങ്ങനെ ഭയങ്കര എക്സ്ട്രീം നീറലല്ല കേട്ടോ. ലൈക്ക് കസ്തൂരി മഞ്ഞളൊക്കെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു നീറൽ തോന്നില്ലേ, അതേപോലെ. അപ്പോൾ ഞാൻ ഇതിൽ പ്രത്യേകം നോക്കി ലൈക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയൊരു നീറിന പോലത്തെ ഒരു സെൻസേഷൻ ഉണ്ടാവും. അത് കുഴപ്പമില്ല, അത് നോർമലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എനിക്കിത് നല്ല ഇഷ്ടമായി. നല്ല വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഗ്ലോ ഒക്കെ ഉണ്ട് ഫേസിൽ. വാഷ് ചെയ്തതിന് ശേഷം എനിക്ക് മുഖം തീരെ ഡ്രൈ ആയ പോലെ തോന്നിയിട്ടില്ല. ഗ്ലോ ഒക്കെ ഉണ്ട് ഫേസിൽ. ഒബ്വിയസ്ലി നമുക്ക് അറിയാമല്ലോ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്നും ഒറ്റൊരു യൂസ് കൊണ്ടൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ചോക്കോ കഫേൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 359 ആണ്. സോ ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് മാത്രം നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഹോൾ ലൈക്ക് ഈ ഗ്ലാമിഗോ ബോക്സിൻ്റെ പ്രൈസിനേക്കാളും കൂടുതലാണ്, വിച്ച് ഇസ് ലൈക്ക് റിയലി ഗുഡ്. സോ ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ക്രോണോകെയർ പൊല്യൂഷൻ സ്റ്റോപ്പ് ഫേസ് ആണ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ് കേട്ടോ. കാരണം നമ്മൾ എവിടെയും അങ്ങനെ കേൾക്കാത്തൊരു പ്രോഡക്റ്റാണ്. സോ ഈ ക്രോണോകെയറിൻ്റെ ഈ പ്രോഡക്റ്റ് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്പ്രേ ആണ്. അപ്പോൾ ഇതിൽ ഇവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പ്രേ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സ്ക്രീനായിട്ട് മുഖത്ത് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പുറത്തുള്ള പൊല്യൂഷനൊന്നും നമ്മുടെ ലൈക്ക് സ്കിന്നിലേക്ക് കടക്കാണ്ട് അത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പറയണത്. സോ ബേസിക്കലി നമുക്ക് വേണമെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്യണേക്കാളും മുമ്പ് തന്നെ ഈ സ്പ്രേ നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ല വെച്ചാൽ നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷമാണെങ്കിലും അങ്ങനെയും നമുക്ക് ഈ സ്പ്രേ ചെയ്യാം. രണ്ട് തരത്തിലും ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ലൈക്ക് ഫ്രീ ഫ്രം സൾഫേറ്റ്, മിനറൽ ഓയിൽ, പാരബൻ, ഫ്രാഗ്രൻസ് ആൻഡ് സിലിക്കോൺ. ഇതെല്ലാം സ്കിന്നിന് നല്ലതല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഒരുമാതിരിപ്പെട്ട മേക്കപ്പ് പ്രോഡക്ട്സിലും അല്ലെങ്കിൽ ഷാംപൂ, കണ്ടീഷണർ, സ്കിൻ കെയർ ഇതിലൊക്കെ പാരബനും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. കാരണം പ്രോഡക്റ്റ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലാണ് അത്. പക്ഷേ ഇതിൽ അങ്ങനത്തെ സംഗതി ഒന്നുമില്ല, വിച്ച് ഇസ് ലൈക്ക് റിയലി ഗുഡ്. അപ്പോൾ സ്കിന്നിന് യാതൊരു തരത്തിലും ദോഷം ചെയ്യില്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 495 ആണ്. ഇതിന് നല്ലൊരു ഫ്രേഗ്രൻസ് ഉണ്ട്. ലൈക്ക് നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. സോ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സാഫ്രോൺ റേഡിയൻസ് ഫേസ് ക്രീമാണ്. സോ സാഫ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുങ്കുമപ്പൂവാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ലക്ഷറിയസ് ഏജ് ഡിഫൈനിങ് ഫോർമുല പ്രൊമോട്ട്സ് നാച്ചുറൽ ഫെയർനെസ് ആൻഡ് യൂത്ത്ഫുൾ റേഡിയൻസ് ബൈ ഡിമിനിഷിംഗ് ഏജ് സ്പോട്ട്സ് ആൻഡ് കീപ്പിംഗ് ഫൈൻ ലൈൻസ് അറ്റ് ബേ. സോ ആസ് യൂഷ്വൽ നമുക്ക് ആ ഫെയർനെസ്സിൻ്റെ പാർട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാണ് എനിക്ക് മിക്ക പ്രോഡക്ട്സിലും ഇഷ്ടമില്ലാത്ത. എല്ലാവർക്കും ഭയങ്കര ഫെയർനെസ്സിനോടാണ് മെയിൻ അട്രാക്ഷൻ. എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. സോ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ആസ് യൂഷ്വൽ ഏത് മോയ്സ്ചറൈസർ എടുക്കുന്ന പോലെയും കുറച്ചെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം. വളരെ ലൈറ്റ് മോയ്സ്ചറൈസറാണിത്, ഒട്ടും തിക്കല്ല, വിച്ച് ഇസ് സംതിങ് ഐ ലൈക്ക്. എനിക്ക് തിക്ക് മോയ്സ്ചറൈസർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ മുഖത്ത് എനിക്ക് ഒത്തിരി സുഖക്കുറവാണ് അത്. എനിക്ക് വളരെ ലൈറ്റായിട്ടുള്ള മോയ്സ്ചറൈസറാണ് കൂടുതൽ ഇഷ്ടം. മുഖത്ത് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്യുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി ഒട്ടും മോയ്സ്ചറൈസറിൻ്റെ ഒരു ട്രേസ് പോലും ഉണ്ടാവില്ല. ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്മുടെ മുഖം നല്ല മോയ്സ്ചറൈസ്ഡും ആയിരിക്കും. 25 ml ഓഫ് പ്രോഡക്റ്റിന് 550 rupees എനിക്ക് നല്ല ഇഷ്ടമായി. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മേക്കപ്പ് ഓഫ് യുവർ ചോയ്സ് ഫ്രം വൈഡ് റേഞ്ച് അപ് ടു 900 rupeesന് ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. എനിക്ക് തോന്നണത് ബോഡി മിസ്റ്റ് ഉണ്ടായിരുന്നു, ലിപ് ഗ്ലോസ് ഉണ്ടായിരുന്നു, പ്രൈമർ ഉണ്ടായിരുന്നു, പിന്നെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കാണ് ചൂസ് ചെയ്തത്. എനിക്ക് ലിപ്സ്റ്റിക്കാണ് കൂടുതൽ ഇഷ്ടം. വോസ്റ്റെൻ്റെ ലിപ്സ്റ്റിക്കാണ്. ആക്ച്വലി ചബി സ്റ്റിക്കാണ്, ക്രയോൺ ഫോമിലാണ് ഈ ലിപ്സ്റ്റിക് ഉള്ളത്. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 499 ആണ്. അപ്പോൾ എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് റോസ് ക്രഷ് ആണ്. ഇതൊരു വളരെ നൈസ് ഒരു പിങ്കി ഷെയ്ഡാണ്. ഇത് ചെയ്യാൻ വളരെ സ്മൂത്താണ്. ഇതൊരു സാറ്റിനി മാറ്റ് ഫിനിഷാണ്. സോ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു മാറ്റ് ഫിനിഷാണ്, പക്ഷേ നമ്മുടെ ലിപ്സിന് ഒട്ടും ഡ്രൈ ചെയ്യില്ല. വളരെ കംഫർട്ടബിൾ ആണ് ലിപ്സിൽ. പിന്നെ ഇത് സാറ്റിനി മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ അത്ര അധികം ലാസ്റ്റിംഗ് ഉണ്ടാവില്ല. ലൈക്ക് മേ ബി ലൈക്ക് 2 hours 3 hours അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്യും, ഡെഫിനറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യും, പക്ഷേ ഒരുപാട് ട്രാൻസ്ഫറിങ് ഉണ്ടാവില്ല. പിന്നെ പിഗ്മെൻറ്റേഷൻ വൈസ്, അതായത് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ സെയിം കളറാണോ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി അതെ. പിഗ്മെൻറ്റേഷൻ വൈസ് നോക്കുമ്പോൾ വളരെ വളരെ നല്ലതാണ്. സോ ഓൾ ഇൻ ഓൾ നല്ല പ്രോഡക്റ്റ് ആണ്. ആൻഡ് പാക്കേജിങ് ഈസ് ലൈക്ക് റിയലി നൈസ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കളർ കോഡഡ് ആണ്. ക്യാപ്പ് വളരെ സ്റ്റേഡിയാണ്, റിട്രാക്റ്റബിൾ ആണ്.
അതായത് ഷാർപ്നർ വേണ്ട, അപ്പോൾ പ്രൊഡക്റ്റ് വേസ്റ്റ് ആവില്ല, സമയം വേസ്റ്റ് ആവില്ല. സോ നമ്മുടെ ഗ്ലാമിഗോ ബോക്സിൻ്റെ റിവ്യൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി നമ്മൾ കൊടുക്കണ കാശിൻ്റെ ഒരു ലൈക്ക് ഇരട്ടിയുടെ ലാഭമാണ്. സോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. ഞാൻ ഒന്നും കൂടി പറയാം. ഗ്ലാമിഗോ ബോക്സ് ഒരു സബ്സ്ക്രിപ്ഷൻ ഓക്കെ. Glamego box or a subscription. What? Glamego box or a subscription. Glamego box or a subscription box ആണ്. Glamego box or a subscription. Take care.